ആകാശവാണി വാർത്താ വീക്ഷണം. ചെറുക്കാം ലഹരി വിപത്തിനെ. തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലെത്ത്, പ്രത്യേക ലേഖകൻ, കേരള കൗമുദി. അവതരണം ഉദയൻ കിളിയന്നൂർ. കഴിഞ്ഞ തിങ്കളാഴ്ച സന്ധ്യയോടെ കേരള മനസാക്ഷിക്ക് മുന്നിലേക്കെത്തിയ ഒരു വാർത്ത തീർത്തും അവിശ്വസനീയവും പൈശാചികവുമായിരുന്നു. കുടുംബാംഗങ്ങളായ 4 പേരെയും സ്നേഹിച്ച പെൺകുട്ടിയെയും ഒരു യുവാവ് മണിക്കൂറുകൾക്കിടയിൽ കൊലപ്പെടുത്തി. 23-കാരനായ വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ AR അഫാൻ ഒറ്റയ്ക്കാണ് 5 പേരെ വകവരുത്തിയത്. മാത്രമല്ല, ആക്രമണത്തിൽ ഇയാളുടെ മാതാവിന് ഗുരുതര പരിക്കേറ്റു. തലസ്ഥാന നഗരിയിൽ 21 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 7 മണിക്കൂറിനകമാണ് ഈ കൃത്യങ്ങളെല്ലാം നടന്നത്. കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി സ്വയം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിക്കുകയായിരുന്നു. അനുജൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃസഹോദരൻ SN പുരം പുല്ലമ്പാറ ആലമുക്കിൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ, പിതാവിൻ്റെ ഉമ്മ സൽമ ബീവി എന്നിവരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ഷെമിന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലാണ് ഈ കൊടും ക്രൂരത യുവാവ് ചെയ്തതെന്ന് പോലീസിനോട് സമ്മതിച്ചിരുന്നു. യുവാവ് രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതിന് ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം വന്നെങ്കിലേ സ്ഥിരീകരണമുണ്ടാകൂ. സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് സമൂഹം ഇനിയും മോചിതരായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മിലേക്കെത്തുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ എണ്ണം അനുദിനം കൂടുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ അധ്യാപകൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഒരു ഓണക്കാലത്താണ്. കരുനാഗപ്പള്ളിക്ക് സമീപം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന വീട്ടമ്മയെ കാറിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ സംഭവവും കേരളം മറന്നിട്ടില്ല. തലസ്ഥാന ജില്ലയിൽ കല്ലും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് സംഘം ചേർന്ന് യുവാവിനെ അടിച്ചുകൊന്ന സംഭവം നടന്നിട്ടും അധിക നാളുകളായില്ല. ഈ കേസുകളിലെല്ലാം പ്രതികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. ലഹരിയുടെ സ്വാധീനത്തിൽ മാതാപിതാക്കളെ മക്കൾ വകവരുത്തുന്ന സംഭവങ്ങളും തുടർക്കഥയാവുകയാണ്. ഈ അരുംകൊലകൾക്ക് ദേശഭേദങ്ങളില്ല. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഒരേപോലെ ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങൾ ആവർത്തിക്കുകയാണ്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ കഴിയാതെ ഒരുതരം പ്രത്യേക വിഭ്രാന്തിയിലാണ് ഈ കുറ്റങ്ങൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ലഹരി മാത്രമാണ് അറിയാനുണ്ടായിരുന്നത്. പിന്നീട് ഇത് കഞ്ചാവിലേക്ക് മാറി. ഇപ്പോൾ എല്ലാ അതിരുകളും ഭേദിച്ച് മാരകവും മനുഷ്യസമൂഹത്തെ നിത്യവിപത്തിലേക്ക് നയിക്കുന്നതുമായ രാസലഹരിയുടെ വ്യാപനം അനുനിമിഷം വർദ്ധിക്കുകയാണ്. ഇതിന് കടിഞ്ഞാനിടേണ്ട സമയം അതിക്രമിച്ചു. പോലീസിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 1 വർഷത്തിനിടെ പിടികൂടിയ MDMA അളവിൽ 1300% വർധനയാണുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. രാസലഹരിക്ക് അടിമകളാക്കപ്പെടുന്നതിൽ വലിയ ശതമാനവും കൗമാരക്കാരും യുവജനങ്ങളുമാണെന്നതാണ് സങ്കടകരം. വിനോദത്തിനു വേണ്ടി കൂട്ടുകാർക്കൊപ്പം ലഹരി ഉപയോഗിച്ചാണ് തുടക്കം. ക്രമേണ ഇത് ശീലത്തിലേക്ക് വഴിമാറും. പിന്നെ ഇതില്ലാതെ ഒരു നിമിഷവും വയ്യ എന്ന സ്ഥിതി വരും. പോലീസിൻ്റെ കണക്ക് പ്രകാരം 2023 14.96 കിലോ MDMA പിടികൂടിയെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിൻ്റെ അളവ് 24.71 കിലോ ആയി വർദ്ധിച്ചു. ഹാഷിഷിൻ്റെ കാര്യത്തിലും സമാന വർധനയാണുണ്ടായിട്ടുള്ളത്. 2023 6.73 കിലോ പിടികൂടിയ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇത് 12.4 കിലോ ആയി കൂടി. സ്റ്റാമ്പ്, സ്റ്റിക്കർ, ഗുളിക, ചോക്ലേറ്റ്, ചൂയിങ്കം തുടങ്ങിയ രൂപങ്ങളിലും രാസലഹരി ലഭ്യമാണ്. രാസലഹരി ഉപയോഗത്തിൽ രാജ്യത്ത് 3ാമതാണ് കേരളം. കടത്തുന്നതിൻ്റെ 1% പോലും പിടികൂടുന്നില്ലെന്നതാണ് വാസ്തവം. കുറ്റവാളികളെ വിചാരണയില്ലാതെ 2 വർഷം കരുതൽ തടങ്കലിലാക്കാവുന്ന കേന്ദ്ര നിയമം പിറ്റ് NDPS പ്രയോഗിക്കാനും ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി മയക്കുമരുന്നിടപാട് തുടരുന്നവർക്ക് ഇരട്ടി ശിക്ഷ ഉറപ്പാക്കാനും സർക്കാർ തീരുമാനിച്ചെങ്കിലും ഉദ്ദേശിച്ച വിധത്തിൽ ഇത് നടപ്പായിട്ടില്ല. കേസിൽപ്പെടുന്നവർ വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിലും മറ്റും ശിക്ഷിക്കപ്പെടാതെ വരുന്ന സന്ദർഭങ്ങളുമുണ്ട്. രാസലഹരി കേരളത്തിലേക്ക് വിവിധ മാർഗങ്ങൾ വഴിയെത്തുന്നുണ്ട്. ഇതിനായി പ്രവർത്തിക്കുന്ന ഏജന്റുമാർ സംസ്ഥാനത്ത് എല്ലാ ഭാഗങ്ങളിലും സജീവമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടൽമാർഗം ടൺ കണക്കിന് ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ കണ്ടെത്തി തകർക്കാൻ
പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും കണ്ണിൽപ്പെടാതെ എത്രയോ ഇരട്ടിയാണ് ഇവിടേക്ക് വരുന്നത്. പോലീസ്, എക്സൈസ് സംവിധാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കാത്തതിനാലോ നടപടികൾ എടുക്കാത്തതിനാലോ അല്ല ലഹരി വ്യാപനം കൂടുന്നത്. ഈ സേനാവിഭാഗങ്ങളെല്ലാം സദാ ജാഗരൂകരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലഹരി കടത്തു മേഖലയിൽ സജീവമായിരിക്കുന്ന മാഫിയകളുടെ സ്വാധീനവും അവരുടെ വിപുലമായ കണ്ണികളും കണ്ടെത്തുക തീർത്തും ശ്രമകരമാണ്. എങ്കിലും നമ്മുടെ സേനാവിഭാഗങ്ങളുടെ കാര്യക്ഷമതയും സർക്കാരുകളുടെ പിന്തുണയും കാരണമാണ് കുറച്ചെങ്കിലും ഇതിനെ ചെറുക്കാൻ സാധിക്കുന്നത്. പുതുതലമുറയെ ലഹരി വിപത്തിൽ നിന്ന് രക്ഷിക്കാനും ലഹരി വ്യാപനം ചെറുക്കാനും നല്ല ഫണ്ട് സർക്കാർ ഓരോ വർഷവും നീക്കിവയ്ക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ ഡി അഡിക്ഷൻ സെൻ്ററുകൾക്ക് 12 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ സർക്കാർ വകയിരുത്തിയത്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിപത്തിനെ ചെറുക്കാൻ വിമുക്തി പദ്ധതി എക്സൈസ് നടപ്പാക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ലഹരിക്കെതിരെ യോദ്ധാവ് എന്ന മറ്റൊരു പദ്ധതി സംസ്ഥാന പോലീസും നടപ്പാക്കി വരുന്നു. വിദ്യാലയ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ഇടവേളകളിൽ റെയ്ഡും നിരീക്ഷണവും നടക്കുന്നുണ്ട്. ലഹരിയോടടുക്കുന്ന വ്യക്തികളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ മാത്രമേ സാധിക്കൂ. സാമൂഹിക സാംസ്കാരിക സംഘടനകളും സന്നദ്ധ സംഘടനകളുമെല്ലാം സജീവമായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചു. തുടർച്ചയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ ലഹരി വ്യാപനത്തെ ചെറുക്കാൻ സഹായിക്കും. പുതുതലമുറയിൽ പുകവലിശീലം കുറഞ്ഞു വരുന്നത് ഇതിന് നല്ല ഉദാഹരണമാണ്. തുടർച്ചയായി നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനമാണ് അതിന് സഹായിച്ചത്. കൗമാരക്കാരുടെ കാര്യത്തിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലും രക്ഷിതാക്കൾ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് അടക്കമുള്ള സഹായങ്ങൾ ലഭ്യമാക്കണം. ശക്തി പ്രാപിച്ചാൽ പിന്നെ വേഗത്തിൽ മെരുങ്ങുന്ന ഒന്നല്ല ലഹരിയോടുള്ള ആസക്തി. തുടക്കത്തിലെ പിഴുതെറിയുകയാണ് ഉത്തമമായ പ്രതിരോധം. അതിനാൽ ലഹരിക്കെതിരെ സർക്കാരും സേനകളും മറ്റ് സംഘടനകളും നടത്തുന്ന എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളോടും സർവാത്മനാ ഉള്ള സഹകരണമാണ് നൽകേണ്ടത്. ഓർക്കുക, ഭയന്ന് പിന്മാറുകയല്ല, പൊരുതി തോൽപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.